തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന SIR-നെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സമയമെടുത്ത് കൈകാര്യം ചെയ്യേണ്ടുന്ന, വളരെ സൂക്ഷ്മതയിൽ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയം, ഭരണഘടനാ വിരുദ്ധമായി ഗൗരവതരമായ രീതിയിൽ കേരളത്തിലെ വോട്ടർമാരെ ബാധിക്കുന്ന, ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളമുള്ള വോട്ടർമാരെ ബാധിക്കുന്ന ഈ വോട്ടർ പട്ടിക പരിഷ്കരണം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇന്ത്യയിലും കേരളത്തിലും ഇടയാക്കിയിട്ടുണ്ട്. ഇതിന്റെ തന്നെ ഭാഗമായി SIR ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവനക്കാരുടെ സമ്മർദ്ദം, ജോലിഭാരം ഉൾപ്പെടെയുള്ള സമ്മർദ്ദം ആത്മഹത്യയിലേക്ക് വരെ എത്തുന്നു. അവിടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗത്തു വരുന്ന വാർത്തകളിൽ അത് വ്യക്തമാവുകയാണ്. ഈ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ സംബന്ധിച്ച് CPIM നൽകിയിട്ടുള്ള ഹർജി ബുധനാഴ്ച പരിശോധിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമപരമായ ഈ പോരാട്ടം ശക്തിയായി നടക്കുമ്പോഴും SIR-ന്റെ ഭാഗമായി എല്ലാ വാർഡുകളിലും ഓരോ വോട്ടർമാരും അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ ഓരോരുത്തരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് ഉറപ്പുണ്ടാക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രായോഗിക സമീപനം സ്വീകരിക്കണം എന്നും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി പ്രത്യേക സ്ക്വാഡുകളും അതേപോലെ തന്നെ ഹെൽപ്പ് ഡെസ്കുകളും ആരംഭിച്ച് ഈ വോട്ടർ പട്ടികയിൽ ഒരാളും വിട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ പ്രായോഗിക പ്രവർത്തനത്തിലും പാർട്ടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്.